ഹായ് ഓൾ, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മയുടെ നാടായ കീഴല്ലൂരാണ്. ഇവിടെ താമസിക്കുന്നത് അമ്മയുടെ ഒരു ബ്രദറും വൈഫുമാണ്. ഞങ്ങൾ വരുന്നത് അറിയില്ലായിരുന്നു. അമ്മാവനും അമ്മായിയും പുറത്തു പോയിരിക്കുകയായിരുന്നു. വീട്ടിൽ മൂത്ത മകൻ്റെ ഭാര്യയും അവരുടെ കുട്ടിയും പിന്നെ മാമൻ്റെ ചെറിയ മകനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാനവിടെ കിടന്ന് അമ്മായിയേ അമ്മായിയെ എന്ന് വിളിച്ചലറുന്നുണ്ടായിരുന്നു. അമ്മായിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇതാ പൊട്ടും ചിക്കൻ കറിയുണ്ട്. നമ്മൾ നല്ലോണം തട്ടുവാണ്. മീൻ കറിയുണ്ട്. അമ്മായിൻ്റെ മീൻ കറി നല്ല ടേസ്റ്റാണ്. അമ്മ ഇരുന്ന് വളർന്നു വരുന്നുണ്ട്. വെള്ളം കാണാത്ത കറി കളിച്ചു. നമ്മുടെ ഇങ്ങനെ തന്നെയാണേ അല്ല അമ്മാവാ. അമ്മാവിന് ഡാൻസ് എല്ലാം കളിക്കാൻ ഇഷ്ടമല്ല. നമുക്ക് വ്ളോഗ് ചെയ്യണ്ടേ? ശരിയാ. അമ്മേന്റെ നാട്ടിലെ കാർത്തിക ഉത്സവം കുടിച്ചൂടെ നമുക്ക്? അന്നേരം നമ്മൾ എടിയും അപ്പൊ പിന്നെ ഇത് കഴിച്ചേ. ബൈ ബൈ പറ. നല്ല ചുന്തിരിക്കുട്ടി അപ്പൂസ് സിക്കാരനാ സിക്കാറ്. ബൈ. ഇതാണ് അമ്മേൻ്റെ തറവാട്. ഇവിടെ ഇപ്പോൾ താമസിക്കുന്നത് അമ്മേൻ്റെ ഒരു ആങ്ങളയും അവരുടെ വൈഫുമാണ്. അവരും പുറത്തു പോയിട്ടാണുള്ളത്. ഈ ടൈപ്പ് കണ്ടിട്ടില്ല അല്ലേ ശംഖുപുഷ്പം? ഇത് ഡബിളായിട്ടുള്ളത്. സാധാരണ പ്ലെയിനാണ് കാണാറ്. നല്ല ഭംഗിയുണ്ടല്ലോ. നമ്മൾ ചെറുതിൽ അമ്മേൻ്റെ ഏച്ചീൻ്റെ മക്കളും അനിയത്തീൻ്റെ മക്കളെല്ലായിട്ട് കുറേ പിള്ളേർ സെറ്റ് ഉണ്ടാവും ഇവിടെ. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ പോയത് അമ്മയുടെ അനിയത്തീൻ്റെ വീട്ടിലേക്കാണ്. അവർ കണ്ണൂർ എയർപോർട്ടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഇതാണ് അമ്മയുടെ അനിയത്തി മീനാക്ഷി. ഹായ്. വീഡിയോ കൊണ്ടാ വരുവാന്നല്ലേ. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് അമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തിയുടെ വീട്ടിലേക്കാണ്. ഇവരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ. അതുകൊണ്ട് അവർ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നാടൻ സദ്യയായിരുന്നു. എല്ലാ കറിയും നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ നന്നായി കഴിച്ചു. ചിക്കൻ കറി, സാമ്പാർ, അവിയൽ, പച്ചടി, മത്തനും വൻപയർ കറിയും, ബീൻസ് വറവ്, നെയ്മീൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ആപ്പൻ്റെ പെങ്ങന്മാരും ചേട്ടൻ്റെ ഭാര്യയും ഒക്കെയാണ്. ഇവരുമായിട്ട് ഞാൻ നല്ല കമ്പനിയാണ്. ഞാൻ ചെറുതിൽ ഇവിടെ വരുന്നത് കൊണ്ട് എല്ലാവരുമായിട്ട് കത്തി വെച്ചു. അത് കഴിഞ്ഞ് ഒരു ചെറുപയർ പായസം കൂടി ഉണ്ടായിരുന്നു. അതും കുടിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എല്ലാവരും കൂടി എടുത്ത് എല്ലാവരോടും ബായ് പറഞ്ഞ് അവിടുന്ന് വീട്ടിലോട്ട് പോന്നു. എൻ്റെ വീഡിയോയിലൂടെ കുറേ ബന്ധുക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ ഉള്ള അവസരം കിട്ടി. പുറത്തു പോകാൻ പറ്റാത്തവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ പറയും എൻ്റെ വീഡിയോയിലൂടെ എല്ലാവരെയും കാണാൻ പറ്റുമ്പോൾ ഭയങ്കര സന്തോഷം. അത് കേൾക്കുമ്പോൾ എനിക്കതിലേറെ സന്തോഷം. അപ്പോൾ എല്ലാവരെയും ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ടാറ്റാ. ബൈ.